Adobe Illustrator പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സീരീസാണിത്. ഈ സീരീസ് വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ലൈനോ കട്ട് എഫക്റ്റ് എന്ന ഒരു കിഡിലെ എഫക്റ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ നോക്കാം. ലൈനോ കട്ട് എഫക്റ്റ് നോക്കാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഞാൻ ഫില്ല് നൺ കൊടുത്തു. സ്ട്രോക്ക് ഒരു ബ്ലാക്ക് സ്ട്രോക്ക് കിടപ്പുണ്ട്. എന്നിട്ട് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പെൻസിൽ ടൂൾ എടുത്തു. പെൻസിൽ ടൂൾ എടുത്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫിഡലിറ്റി എന്നുള്ളത് സ്മൂത്തിൽ കൊണ്ടുവയ്ക്കുക. ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തത് ഇവിടെ വല്ലതായിരിക്കും ഫസ്റ്റ് കിടക്കുന്നത്. ഇതിന് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം കീപ്പ് സെലക്റ്റഡ് എന്നുള്ളത് സെലക്ട് ആയിട്ടായിരിക്കും കിടക്കുന്നതെങ്കിൽ അതിനെ അൺചെക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ വരച്ചു. നമ്മൾ ആ സ്മൂത്ത് എനേബിൾ ചെയ്തുകൊണ്ടാണ് ഇത്രയും സ്മൂത്തായിട്ട് അതിനെ ആക്കിയത്. പിന്നെ ഞാൻ ഇനി ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് റൈറ്റ് സൈഡിലോട്ട് ഇത് കുറച്ച് നീക്കുന്നു. ഇത് ഇത്രയും സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്കിൽ പോയിട്ട് പ്രൊഫൈലിൽ ഈ ഒരു പ്രൊഫൈൽ കൊടുക്കുന്നു. എന്നിട്ട് സ്ട്രോക്കിൻ്റെ വെയിറ്റ് ശകലം കൂട്ടുന്നു. ഇനി ബ്ലെൻഡ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു ക്ലിക്ക്, ഇവിടെ ഒരു ക്ലിക്ക്. അപ്പോൾ നമുക്ക് നടുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഇതും കൂടെ വരും. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡ് ടൂളിലാണ് ഡബിൾ ക്ലിക്ക് ചെയ്യാനുള്ള സ്പെസിഫൈഡ് സ്റ്റെപ്സ് കൊടുക്കുക. എന്നിട്ട് 12 കൊടുക്കുക. 12 അല്ലെങ്കിൽ എത്രയാണോ വേണ്ടത് അത്ര നമുക്കിവിടെ പ്രിവ്യൂ നോക്കുമ്പോൾ കാണാൻ പറ്റും. എത്ര ഇതാണോ വേണ്ടത് അത്രയും കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുന്നു. സൂം ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അവിടെ സ്നാപ്പ് ആവും. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബ്ലെൻഡ് ഓപ്ഷൻ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോഴും അതൊരു ബ്ലെൻഡ് ഓപ്ഷനാണ് കിടക്കുന്നത്. അപ്പോഴത്തേന് ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ട് ആയിക്കോളും. ഞാൻ അതേപോലെ ഇത് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് ഞാൻ ജസ്റ്റ് കർവേച്ചർ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഷേപ്പ്, നല്ലൊരു കർവിൽ തന്നെ ഇതിനെ കിട്ടും. നമ്മൾ കർവേച്ചർ ടൂളിനെ കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ നമ്മളുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഐ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ പ്ലേലിസ്റ്റ് കിട്ടും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കർവേച്ചർ ടൂളിൻ്റെ വീഡിയോ കാണാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. കാരണം ഞാൻ ഇതിനെ ഈ ലൈവ് ഷേപ്പിൽ നിന്ന് മാറ്റി ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിനാണ് ഞാൻ ഈ ഒരു കോപ്പി എടുത്ത് വെച്ചത്. എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഒരു കോപ്പി എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ചേഞ്ചസ് വല്ലതും വരുത്തണമെങ്കിൽ അങ്ങനെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ പോയിട്ട് ബ്ലെൻഡിൽ പോയിട്ട് എക്സ്പാൻഡ് എന്നുള്ളത് കൊടുക്കുക. ഇനി ഇത് സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ടൂൾ എടുത്ത് ഇവിടെ താഴത്തെ പോയിന്റിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 360/5 എനിക്ക് 5 തലകളാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ by5 കൊടുത്തത്. എന്നിട്ട് കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യരുത്, കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്കൊരു കോപ്പിയും കൂടെ കിട്ടി. ഞാൻ CTRL+D അപ്പോൾ എനിക്ക് കറക്റ്റ് 5 ഇതളുകൾ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ടായിട്ട് കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് സെലക്ട് ചെയ്തിട്ട് Ctrl+Shift+V അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കോപ്പി വരും. അതിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് കൊടുക്കുന്നു. എന്നിട്ട് ആദ്യത്തേത് ഒഴിച്ച് ബാക്കിയെല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു. ആദ്യത്തിൻ്റെ കളർ ഞാൻ ഒന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റാം. ഇത് നമ്മൾ ഒരു കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഞാൻ എൻ്റെ കളറൊന്ന് മാറ്റുകയാണ് പെട്ടെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റൊട്ടേറ്റ് ടൂൾ എടുത്തിട്ട് ഞാൻ എൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ആവും. ഞാൻ ഇനി റൊട്ടേറ്റ് ചെയ്താൽ ഇനി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഈ പോയിൻ്റിൽ നിന്നായിരിക്കും റൊട്ടേറ്റ് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ റൊട്ടേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ടൂൾ എടുത്ത് നേരത്തെ ചെയ്ത പോലെ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഇനി 360 അതും 5 ആണ്. കോപ്പി കൊടുക്കുക. Ctrl+D. ഇനി സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇതും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്ത് ഓൾട്ട് പ്രസ് ചെയ്ത് കണ്ടില്ല, ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെഡ് ലൈൻ ഇതിൽ നമ്മൾ വയ്ക്കുമ്പോൾ കാണാൻ പറ്റും. ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക ഇങ്ങനെ. അപ്പോൾ അത്രയും ഡിലീറ്റ് ആയി പോകും. ഇനി ഞാൻ ഇതും സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇത്രയും കയറി പോകരുത്, അതും കൂടി ഡിലീറ്റ് ആയി പോകും. ഞാൻ Ctrl+Z കൊടുക്കുന്നു. കുറച്ച് സൂം ചെയ്യാൻ കാണാൻ എളുപ്പത്തിന്. ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ എടുത്ത് ഇത് സെലക്ട് ചെയ്യുന്നു,
ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുന്നു, ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുന്നു, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇനി ഇത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. സെയിം തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ബ്ലൂ കളർ ഡിലീറ്റ് ചെയ്തല്ല, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു, എല്ലാം ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടില്ല ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ഐഡിയ അനുസരിച്ച് ഇത് പല രീതിയിൽ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പം ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് അതിൽ വരുന്ന മാറ്റങ്ങൾ നോക്കാം. കണ്ടില്ലേ, അത് കുറച്ചപ്പോൾ അത് കുറച്ചും കൂടെ അത് വേറൊരു രീതിയിലോട്ട് മാറി. നമുക്കതനുസരിച്ച് നമ്മളുടേതായ ഐഡിയാസ് പല കാര്യങ്ങളും ഇതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല നല്ല റിസൾട്ട്സ് നമുക്ക് കിട്ടും. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല നല്ല പല കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അസൈൻമെൻറ്റായിട്ട് ഇതുപോലൊരു ഫ്ലവർ നിങ്ങളും വരച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.